ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപ്പതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. വീണ്ടും വാർത്തയിലേക്ക്. പ്രസിദ്ധമായ മർഹം സയ്യിദ് ആറ്റക്കോയ തങ്ങളുടെ 86ാമത് ഉറൂസിന് കൊടിയേറി. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ തുടർന്ന് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജുമാ നമസ്കാരത്തിന് ശേഷം നടന്ന കൊടിയേറ്റ് ചടങ്ങ് ആറ്റൂർ മഹല്ല് പ്രസിഡന്റ് OM ഏന്ത്യൻ മാസ്റ്റർ പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ലക്കിടി ഉദ്ഘാടനം നിർവഹിച്ചു. ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തൊക്കെ നമുക്ക് അത്താണിയായിരുന്ന പഴയ കാലത്തിൽ സാധാത്തുക്കളൊക്കെ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയ തങ്ങൾ അള്ളാഹു മഹാനവറുകളുടെ നിറഞ്ഞു വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് കോയ തങ്ങൾ 10 വർഷം മുമ്പാണ് നമ്മളോട് ഇവിടെ പറഞ്ഞു പോയത്. വളരെ പ്രസരിപ്പോടുകൂടി നമുക്ക് നായകത്വം നൽകുന്ന മഹാമനീഷിയാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഈ നഗരി. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയ തങ്ങൾ മഹാനവറുകളുടെ ഉറൂസ്, 86ാമത്തെ ഉറൂസ് എന്ന് പറഞ്ഞത് പടായി. എനിക്കിപ്പോ 69 വയസ്സായിട്ടുള്ളൂ. അപ്പൊ 10-17 വർഷം, ഞാൻ ജനിക്കുന്നതിന്റെ 10-17 വർഷം മുമ്പ് മഹാനവറുകൾ വിടപറച്ചിലുണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല മഹാമനീഷി ഉൾപ്പെടെയുള്ള നമ്മുടെ വഴികാട്ടികളായ സാദാത്തുക്കൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തവരാണ്. നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ എല്ലാ പ്രോഗ്രസും, നമ്മുടെ എല്ലാ ഉയർച്ചയും, നമ്മുടെ വിജയമൊക്കെ നമ്മുടെ വഴികാട്ടികളായ ഇത്തരം സാദാത്തുക്കളുടെ മശായിഖിന്റെ ഉസ്താദുമാരുടെ, പ്രത്യേകിച്ച് സയ്യിദന്മാർ ഓരോ പ്രദേശത്തുമുണ്ട്. പഴയ കാലത്ത് ഉള്ള അവരുടെ സതീർത്ഥരായ ആളുകൾക്ക് അവരുടെ മഹത്വം ധാരാളം അറിയാൻ കഴിയും. അപ്പൊ അവരൊക്കെ അതുകൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അൽ ഹൈദ്രോസി, സയ്യിദ് ഷഹീൻ തങ്ങൾ അൽ ഹൈദ്രോസി എന്നിവർ ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകി. വെള്ളിയാഴ്ച തുടക്കം കുറിച്ച ഉറൂസ് ഞായറാഴ്ച സമാപിക്കും. BCV ന്യൂസ്, ആറ്റൂർ.